സൺഡേ നൂൺ സെഷൻ, സെക്കൻഡ് സെഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു 5 മിനിറ്റിന് ട്രേഡ് എടുത്തിരുന്നു. ഇത് അപ്പ് ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടെ ട്രേഡ് എടുത്തത്. ഇത്തിരി ടൈം കൂട്ടിയിട്ടിട്ട് നമുക്ക് നോക്കാം. അറ്റപ്പറ്റാണ് പ്രോഫിറ്റ് ആയത്. പക്ഷേ ഞാൻ 3 മിനിറ്റിൻ്റെ ഒരു ട്രേഡ് കൂടി എടുത്തത്. ചൂടൊരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്, നോക്കാം. ഈ ഭാഗത്തേക്ക് തിരിച്ച് വന്നാൽ നമുക്കൊരു സെല്ലടിക്കാം. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് എടുക്കണ്ട, വേറെ നോക്കാം. ഫോക്കസ്. മേ ബി ഇന്ന് OTC മാർക്കറ്റാണ് ഫുള്ള്, അത് റിയൽ ലൈവ് മാർക്കറ്റില്ല. അതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും ചിലപ്പോൾ ട്രേഡ് എടുക്കാൻ. ശ്രദ്ധിക്കുക. ഇവിടെ സപ്പോർട്ടുണ്ട്, അപ്പ് ട്രെൻഡ് ഉണ്ടോ. താഴെ വന്നപ്പോൾ എടുക്കാൻ പറ്റിയൊരു സമയം വരുന്നു. ഇവിടെ സെല്ലടിക്കാൻ കാരണം അതൊരു വിക്ക് പോലെ ഫോം ചെയ്തിരുന്നു, അതായത് ഹാമർ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ സെല്ലെടുത്തത്. നോക്കിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ അവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ ട്രേഡ് എടുത്തതിൽ വേറെ തെറ്റൊന്നുമില്ല. ഇവിടെ ഇത് താഴേക്ക് പോയി, ബ്രേക്ക് താഴേക്ക് പോയി, ലോസാവും. ഇവിടെ സെല്ലെടുക്കാൻ കാരണം സപ്പോർട്ടുണ്ട്, പക്ഷെ എന്നാൽ കൂടി ഒരുപാട് തവണ ഈ ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ട 1 2 3 4 ക്യാൻഡിലായി. അപ്പോൾ അത് താഴേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകും. ഇതൊരു നോട്ട് ഷുവർ. കുറച്ചധികം ട്രേഡുകളിലൂടെ എടുത്തിട്ടുണ്ട്.
ചവറ പോലെ കുറേ ട്രേഡ് എടുക്കണ്ടെന്നുള്ളൂ. ഒരു സിംഗിൾ ട്രേഡ് എടുത്തോളൂ. എനിക്ക് കുറച്ച് ഫേക്ക് ക്യാൻഡിലായിട്ട് തോന്നി, അതുകൊണ്ട് അവിടെ സെല്ലെടുത്തത്. ഈ ഭാഗത്ത് താഴേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ വന്ന് താഴേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിവേ ചെറുതായിട്ട് ഫോക്കസ് ഇല്ലായ്മയുണ്ട്. എന്നുവെച്ചാൽ 5 മിനിറ്റിൻ്റെ ടൈമർ നമ്മളുണ്ടായിരുന്നു, അതൊന്നും ഇട്ടില്ല. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും എടുക്കണ്ട, വേറെ നോക്കാം നമുക്ക്. സിംഗിൾ ട്രേഡ് ബൈ. ചെയ്യണ്ട. ഇവിടേക്ക് വീണ്ടും ഗ്രീനിലേക്ക് റെസിസ്റ്റൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം. ഇത് ട്രേഡ് ചെയ്യണ്ട. ഇതൊരു ഇൻവേർട്ടർ ഹാമറായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യും. കുറച്ചുകൂടി താഴേക്ക് വേണം പ്രൈസ്. രക്ഷയില്ല. ഓക്കെ, എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് മേലോട്ട് പോകണ പോലെ കാണിച്ചു, അപ്പോൾ ബൈ ചെയ്ത കുറേ ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചു താഴേക്ക് വന്നിട്ട് വീണ്ടും മേളിലേക്ക് പോയി. അപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ നോക്കാം. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നേരത്തെ, ഡോജി ഫോം ചെയ്തപ്പോൾ ക്രോസ് കണ്ട ഇവിടെ സെല്ല് ചെയ്യാറ്. ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അതേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം. ഇത് പ്രോഫിറ്റായി, നോക്കിയില്ല. അതെ, ഒറ്റപ്പറ്റിയായിരുന്നു, എന്നാലും പ്രോഫിറ്റായി. ഇതിൽ സപ്പോർട്ടുണ്ട്. നമുക്ക് റെസിസ്റ്റൻസ് കൂടെ ചെറുതായിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാവുന്നേ ഉള്ളൂ.
30 സെക്കൻഡിൻ്റെ ഒരു ട്രേഡ് എടുത്ത് സെല്ല്. ബാഡ് ട്രേഡ്. മേലോട്ട് വന്നിരിക്കണം. ഇവിടെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ട്രെൻഡ് ലൈൻ കണ്ടോ, ഏകദേശം ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു, താഴേക്ക് വരേണ്ടതാണ്. 2 എടുത്തു. ഇത് പ്രോഫിറ്റായ നേരത്തെ ലോസ് കവർ ചെയ്യും. ഇവിടെ സപ്പോർട്ടുണ്ട് ഉണ്ടോ. ആക്ച്വലി താഴേക്ക് വരേണ്ടതാണല്ലേ, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. മേളിലോട്ട് വന്നത് ഫേക്ക് ക്യാൻഡിലാവും. ഇവിടെ സെല് ചെയ്യാൻ കാരണം 1, 2, 3 റീസെൻറ്റ് ക്യാൻഡിൽസിനെല്ലാം വിക്ക് ഉണ്ട് അത്യാവശ്യം. പിന്നെ അതിന് മുന്നേയുള്ള 2 ക്യാൻഡിൽ റെഡാണ്. അപ്പോൾ സെൽ ലെവൽസാണ് കൂടുതലെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ സെല്ലെടുത്തത്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. പിന്നെ വേറെന്താ, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ വിചാരിച്ച് നോക്കിയിരുന്നായിരുന്നല്ലോ. അപ്പോൾ ഈ സപ്പോർട്ടിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ലാസ്റ്റ് ട്രേഡാണ് ഈ സെഷനിൽ. നമുക്കത് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാം. ടൈം കഴിഞ്ഞു, ജസ്റ്റ് വാച്ച് ചെയ്യാം. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്തൊരു സെഷനായിരുന്നു തോന്നണം. ഹാഫ് ഫോക്കസ് ആയിരുന്നു, എന്താണോ ആവും. ഇനി അടുത്ത സെഷനിൽ കാണാം.